ഞാൻ ഒറ്റയ്ക്കിരിക്കും. ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു സൈലൻസ് ഉണ്ട്. എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ എന്നെ തന്നെ നോക്കുന്നുണ്ട്. ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ മനസാക്ഷി അല്ലെങ്കിൽ ദൈവം ആയിട്ട് ഞാൻ കാണുന്നു. ആ മനസാക്ഷിക്ക് വേണ്ടി മാത്രം, ആ മനസാക്ഷിയുടെ മുമ്പിൽ മാത്രമേ ഞാൻ ജീവിക്കുന്നുള്ളൂ. കാരണം മനുഷ്യർക്ക് പല അഭിപ്രായങ്ങളുണ്ടാകും. ഓരോ അഭിപ്രായത്തിനനുസരിച്ച് നമ്മളുടെ മൂഡിനെയോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിനെയോ മാറ്റാൻ വേണ്ടി നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ അതൊരുപാട് എഫേർട്ടാണ്. നമ്മൾ ഒരുപാട് ഡ്രെയിൻഡ് ആവും. നമ്മൾ ആവശ്യമില്ലാത്ത ഓവർ തിങ്കിങ്ങിലേക്ക് പോകും, ഡിപ്രസ്ഡ് ആവും. ഓരോ വ്യക്തിയും ശരിക്കും ഒറ്റയ്ക്കാണ്. ഞാൻ എന്റെ കൂടെയുള്ള ആ ഒരു ഒറ്റപ്പെടലിനെ ഞാൻ ഒരുപാട് അങ്ങോട്ട് മുറുക്കി പിടിക്കുന്നുണ്ട് ഇപ്പൊ. അത് വേറൊന്നും കൊണ്ടല്ല, കാര്യം അത്ര അധികം അങ്ങനെ ഇരിക്കേണ്ട അവസ്ഥകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്റെ ഫാദറിന്റെ മരണം മുതൽ കൂട്ടിയാൽ എനിക്ക് അന്ന് 21 years ആണ്. 19-ാം വയസ്സിൽ ഞാൻ പടം ചെയ്തു. പക്ഷെ പടം ഇറങ്ങി അത് കുറച്ച് കഴിഞ്ഞിട്ടാ, 18-ലെങ്ങാണ്ടാ ചെയ്തത്. പടം ഇറങ്ങുന്ന 19-ാം വയസ്സിലാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വാപ്സിയും പോയി. പിന്നെ എന്റെ ജീവിതം എന്ന് പറയണത് എന്തൊക്കെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്ത് ചെയ്യണം. ആ ഒരു യാത്രയിലൂടെ പല കാര്യങ്ങളും, അതായത് ഒരു നല്ല സക്സസ് കിട്ടും, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു വലിയൊരു പ്രശ്നം വരും, പിന്നെ എനിക്കൊരു നല്ല സക്സസ് കിട്ടും, പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം വരും. അങ്ങനെ എന്നെ ഒരു ഉരുക്കി എടുക്കുന്ന ഒരു അവസ്ഥയിലായിക്കൊണ്ടിരുന്നത്. അപ്പോഴെല്ലാം എന്റെ കൂടെ ഉണ്ടാകുന്നത് ഞാൻ മാത്രമായിരുന്നു എന്നുള്ളൊരു സാധനമുണ്ട്. ആ മനസാക്ഷിയാണല്ലോ ശരിക്കും എപ്പോഴും ഉള്ളത്. വേറെ ആരെങ്കിലും ഉണ്ടാ? ശരി, I don't know why I'm just... what you're saying is so relatable, so beautiful. ആ ഒരു അവസ്ഥയാണ് എന്റെ ഗുരു. ആ വിഷമങ്ങളും വേദനകളും തന്നെയാണ് എന്റെ ഗുരു. Just clap കൊടുത്തേ. What he just said. നീ ആരാടാ നീ? വാട്ട് യു ജസ്റ്റ് സെഡ് നൗ, നോ, ഭയങ്കര സംഭവമാണ് നീ പറഞ്ഞത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാത്രല്ല, ഇറ്റ് ക്രിയേറ്റഡ് എ ഹ്യൂജ് ഇമ്പാക്ട് ഓൺ മീ. ഇപ്പം ഐ എം ഷുവർ ഇത് കേട്ട എല്ലാവർക്കും അത് ഫീൽ ചെയ്തതാണ് അല്ലേ?